മലപ്പുറം കളപ്പാറയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ കുടുങ്ങി 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. 2 ബീഹാർ സ്വദേശികളും 1 അസം സ്വദേശിയുമാണ് മരിച്ചത്. രതീഷ് വാസുദേവൻ ചേർന്നു വിവരങ്ങളുമായി. രതീഷ്, എപ്പോഴാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്? ആർക്കൊക്കെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്? വിവരങ്ങൾ. ലക്ഷ്മി, പ്രാഥമികമായി 3 ഈ വൃത്തിയാക്കുന്ന ഈ ടാങ്ക് വൃത്തിയാക്കിയ 3 അതിഥി തൊഴിലാളികൾക്കാണ് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും അവർ 2 ബീഹാർ സ്വദേശികളും 1 അസം സ്വദേശിയുമാണ്. ബീഹാർ സ്വദേശികളായ വികാസ് കുമാർ, ഹിതേഷ് ശരണ്യ, അസം സ്വദേശി സമദ് അലി തുടങ്ങിയ 3 പേരാണ് ഇപ്പം മരിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ഇത് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലാണ് ഈ സ്ഥലമുള്ളത്. അരീക്കോട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണ്. മലപ്പുറം ജില്ലയാണ് സാങ്കേതികമായി. എന്നാൽ ഇവിടെ ഒരു സ്വകാര്യ അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഈ വളരെ രസകരമായ കാര്യം, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത്തരം ഒരു സംസ്കരണ ഫാക്ടറി, ഈ മാലിന്യീകരണ അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തിക്കുന്നത് അറിയില്ല എന്ന തരത്തിൽ കൂടി കാര്യങ്ങളുണ്ട്. കാരണം അത്ര രഹസ്യമായാണ് ഈ ഫാക്ടറി ഈ ജനവാസ പ്രദേശത്ത് തന്നെ പ്രവർത്തിച്ചിരുന്നതെന്നാണ് മറ്റൊരു കൗതുകം. എന്തായാലും ഇവിടുത്തെ മാലിന്യ ടാങ്ക് ക്ലീൻ ആക്കുന്നതിനിടയിലാണ് ഈ 3 പേരും ഈ പ്രാഥമികമായി ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ബോധം പോകുന്നു, പിന്നീട് ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. എന്തായാലും അരീക്കോട് പോലീസ് എത്തി ഇപ്പോൾ മേൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴി അറവ് മാലിന്യ സംസ്കരണമായിരുന്നു, അതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അതിൻ്റെ ഇത്തരത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കെമിക്കൽ മറ്റും ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇവർ ബോധരഹിതരാകുകയും പിന്നീട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അരീക്കോട് പോലീസ് അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കപ്പെട്ടിരുന്നില്ല എന്നാണോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത്. ഒപ്പം 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ളവ ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ടോ? തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ബീഹാർ സ്വദേശികളായ വികാസ് കുമാർ, ഹിതേഷ് ശരണ്യ, അസം സ്വദേശി സമദ് അലി, ഈ 3 പേരാണ് മരിച്ചതായി ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇത്തരം ഈ മലിനീകരണ സംസ്കരണ പ്ലാന്റിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നോ ഇത്തരം വൃത്തിയാക്കലിന് ഇറങ്ങുന്ന തൊഴിലാളികൾക്ക് എന്ന് സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇതൊരു അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ തൊഴിലാളികൾ സുരക്ഷിതമായി ഇവിടെ പണിയെടുക്കാൻ ഇത്തരം അപകടകരമായ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലുള്ള ജോലി എന്ന നിലയിൽ അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും അതിന് നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിക്കും. എന്തായാലും പ്രാഥമികമായി പോലീസ് എത്തി ഈ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അരീക്കോട് പോലീസ് ലിമിറ്റിലാണ് ഈ സംഭവം നടന്നത്. 2 ബീഹാർ സ്വദേശികളും 1 ആസാം സ്വദേശിയുമായ അതിഥി തൊഴിലാളികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. എന്തായാലും സുരക്ഷാ വീഴ്ച എന്ന് പ്രാഥമിക നിലയിൽ മനസ്സിലാക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കാരണം വേണ്ട മുൻകരുതലുകൾ ഈ വൃത്തിയാക്കലിനിടയിൽ എടുത്തിരുന്നോ എന്നത് സംശയമുണ്ട്. എന്തായാലും അതൊക്കെ സംബന്ധിച്ച് പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രാഥമിക നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനകളുണ്ട്. ഏതായാലും നാട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നതാണ് രതീഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അത്യന്തം ദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 2 ബീഹാർ സ്വദേശിയാണ് മരണമടഞ്ഞത്.